അടുത്ത കാലത്തായി യുവാക്കൾക്കിടയിൽ ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും വർദ്ധിച്ചു വരുന്ന ഒരു ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പക്ഷെ പലരും ഈ പദങ്ങൾ പരസ്പരം മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അവ ഒരേ കാര്യം അർത്ഥമാക്കുന്നുവെന്നാണ് കരുതുന്നത്. ഈ ആശയക്കുഴപ്പം ശരിയായ രോഗനിർണയത്തെ വൈകിപ്പിക്കുകയും ചികിത്സയുടെ ഫലപ്രാപ്തിയെ പോലും ബാധിക്കുകയും ചെയ്യും. വിയർക്കൽ, ഓക്കാനം, അസ്വസ്ഥത, ശ്വാസമുട്ടൽ, ശ്വാസതടസ്സം എന്നിവയ്ക്കൊപ്പം ഉണ്ടാകുന്ന കഠിനമായ നെഞ്ചുവേദനയാണ് ഹൃദയാഘാതം എന്ന് നിർവചിച്ചിരിക്കുന്നത്. ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന ഹൃദയധമനികളിൽ ഒന്ന് തടസ്സം ഉണ്ടാകുന്നതിൻ്റെ ഫലമാണിത്. ഹൃദയപേശികളിലേക്കുള്ള രക്തവിതരണം കുറയുന്നത് നെഞ്ചുവേദനയ്ക്ക് കാരണമാകും. ജനിതക മുൻകരുതൽ, അമിതമായ കൊളസ്ട്രോൾ ഉപഭോഗം, വ്യായാമക്കുറവ്, സമ്മർദ്ദം, പ്രമേഹം, പുകയില ഉപയോഗം തുടങ്ങിയ വിവിധ അപകട ഘടകങ്ങൾ മൂലമാണ് ഈ തടസ്സം ഉണ്ടാകുന്നത്. ഹൃദയാഘാതം സംഭവിച്ച രോഗിക്ക് ഹൃദയസ്തംഭനം, പൂർണ്ണമായ നിശ്ചലാവസ്ഥ, അബോധ അവസ്ഥ, മരണം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ആരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ ഹൃദയസ്തംഭനത്തിലുള്ള രോഗിയെ രക്ഷിക്കാൻ കഴിയും. ആരോഗ്യകരമായ ഭക്ഷണം, പതിവായി വ്യായാമം, പ്രമേഹവും സമ്മർദ്ദവും കുറയ്ക്കുക, പുകയില ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ഹൃദയ ആരോഗ്യകരമായ ശീലങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ചെറുപ്പത്തിൽ തന്നെ ഹൃദയാഘാതത്തെ പ്രതിരോധിക്കാം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.